ന്യൂറാലിങ്ക് ബ്രെയിൻ ചിപ്പ് വിജയമെന്ന് ഇലോൺ മസ്ക്. ചിപ്പ് തലച്ചോറിൽ ഘടിപ്പിച്ചയാൾ സുഖം പ്രാപിച്ചുവെന്നും ചിന്തകളിലൂടെ കമ്പ്യൂട്ടർ മൗസിനെ നിയന്ത്രിക്കാൻ കഴിയുമെന്നും എക്സിൽ കുറിക്കുന്നു. കഴിഞ്ഞ മെയിലാണ് ബ്രെയിൻ ചിപ്പ് മനുഷ്യരിൽ പരീക്ഷിക്കാൻ ന്യൂറാലിങ്കിന് അനുമതി കിട്ടിയത്. ജനുവരി 30 ഇലോൺ മസ്കിന്റെ കമ്പനിയായ ന്യൂറാലിങ്ക് ഒരു രോഗിയിൽ ഇലക്ട്രോണിക് ചിപ്പ് വച്ചത്. ഇയാൾ പൂർണ്ണമായി സുഖപ്പെട്ടുവെന്നും വെറും ചിന്തയാൽ കമ്പ്യൂട്ടർ സ്ക്രീനിന് ചുറ്റും മൗസ് ചലിപ്പിച്ചെന്നും മസ്ക് എക്സിൽ കുറിച്ചു. വ്യക്തികൾക്ക് ചിന്തകളിലൂടെ കമ്പ്യൂട്ടറിനെ നിയന്ത്രിക്കാനാകും എന്നതാണ് ന്യൂറാലിങ്കിന്റെ പ്രത്യേകത. ശരീരം തളർന്നവർക്ക് ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാൻ ഈ കണ്ടുപിടുത്തം സഹായിക്കും. മനുഷ്യന്റെ തലച്ചോറിനും കമ്പ്യൂട്ടറുകൾക്കുമിടയിൽ നേരിട്ടുള്ള ആശയവിനിമയ മാർഗങ്ങൾ സ്ഥാപിക്കാൻ ലക്ഷ്യമിട്ട് 2016 ന്യൂറോ ടെക്നോളജി കമ്പനിയായ ന്യൂറാലിങ്ക് ഇലോൺ മസ്ക് സ്ഥാപിച്ചത്. ന്യൂറാലിങ്കിൽ നിന്നുള്ള ആദ്യത്തെ ബ്രെയിൻ ഇംപ്ലാന്റിന് ടെലിപ്പതി എന്നാണ് പേര് നൽകിയിട്ടുള്ളത്. പക്ഷാഘാതമോ മറ്റ് കാരണങ്ങളാലോ തളർന്നുപോയവരെ അവരുടെ ചിന്തകൾ ഉപയോഗിച്ച് സ്മാർട്ട് ഫോണും കമ്പ്യൂട്ടറുമൊക്കെ പ്രവർത്തിപ്പിക്കാൻ സഹായിക്കുകയാണ് ലക്ഷ്യം. ഭാവിയിൽ ഈ പദ്ധതിയിലൂടെ ന്യൂറാലിങ്കിന് പല ഉദ്ദേശലക്ഷ്യങ്ങളുമുണ്ടെങ്കിലും നിലവിൽ ശരീരം തളർന്നുപോയവർക്കും കാഴ്ചശക്തിയില്ലാത്തവർക്കുമൊക്കെ തുണയാകാനുള്ള ശ്രമങ്ങളാണ് നടന്നുവരുന്നത്. 2020 പന്നികളിൽ ന്യൂറാലിങ്ക് ഉപകരണം സ്ഥാപിച്ച് ഇലോൺ മസ്ക് പ്രദർശനം നടത്തിയിരുന്നു. 2023 മെയിലാണ് ന്യൂറാലിങ്ക് മനുഷ്യനിൽ പരീക്ഷിക്കാൻ അനുമതി ലഭിച്ചത്. മുടിനാരിഴയേക്കാൾ നേർത്ത 64 ചെറുനാരുകളാണ് ചിപ്പിലുള്ളത്. 1024 ഇലക്ട്രോഡുകളാണ് വിവരങ്ങൾ ഒപ്പിയെടുക്കുന്നത്. വയർലെസ്സായി ചാർജ് ചെയ്യാവുന്ന ബാറ്ററിയുമുണ്ട്. റിസർച്ച് ഡെസ്ക് 24.